ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെ ഞാൻ ഫുഡ് കൊടുക്കുന്ന സ്ട്രീറ്റ് ആനിമൽസാണ്. സ്ട്രീറ്റ് ഡോഗ്സും ക്യാറ്റ്സും. ഇവർക്കൊന്നും ഇനി വരുന്ന 10 ദിവസം ഫുഡിനായി പൈസ എന്തായി തീർന്നു പോയി. ഇവരൊക്കെ ഇനി പട്ടിണിയാകും. അപ്പം വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മൃഗസ്നേഹികളാണെങ്കിൽ നിങ്ങൾ ഇവർക്കൊരു കുഞ്ഞു സഹായമെങ്കിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീട്ടിലും ഉണ്ട്, കുറേ ക്യാറ്റ്സ് ഉണ്ട്. 10 പൂച്ചകളോളം എൻ്റെ വീട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള ഇതൊക്കെ സ്ട്രീറ്റ് ഡോഗാണ്. അത് നമ്മൾ ഫുഡ് കൊടുക്കുന്നതിന് ദിവസവും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇപ്പം പശുവും കിളികളൊക്കെ ആണെങ്കിൽ അവർ പുല്ല് ഫ്രൂട്ട്സൊക്കെ കഴിക്കും. പക്ഷെ പൂച്ചകളും പട്ടികളും അങ്ങനെയല്ല, അവർക്ക് ഇറച്ചി മീനൊക്കെ അവർ കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരിൽ ഡിപ്പെൻഡ് ആകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഫുഡ് വേസ്റ്റൊക്കെ കഴിച്ച് അവർക്ക് അസുഖം വരും, ചത്ത് വരെയും പോകും. ഇതൊക്കെ ഞാൻ സ്ഥിരമായി ഫുഡ് കൊടുക്കുന്ന പൂച്ചകളാണ്. അപ്പോൾ ഇത്രയും നാൾ എൻ്റെ ഉള്ള പൈസ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ കുറേ നല്ല മനസ്സുള്ള കുറേ പേര് സഹായിച്ച് ആ ക്യാഷ് കൊണ്ടാണ് ഞാൻ അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇനി വരുന്ന 10 ദിവസങ്ങൾ 31-ാം തീയതി വരെ എൻ്റെ പൈസയൊന്നുമില്ല ഇവർക്ക് ഫുഡ് കൊടുക്കാൻ. അപ്പം നിങ്ങൾ വീഡിയോ കാരണം നിങ്ങളൊരു 50 രൂപ, 100 രൂപ, 30 രൂപ എന്താണെങ്കിലും ഒരു കുഞ്ഞു സഹായമെങ്കിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും GPay നമ്പർ കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പം ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ല, എൻ്റെ ബ്രദറിൻ്റെ അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിലാണ് നിങ്ങൾ ക്യാഷ് അയക്കുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ ഞാൻ ബ്രദറിനോട് വിളിച്ച് പറയാനാണ് ഇങ്ങനെ ക്യാഷ് അയച്ചിട്ടുണ്ടെന്ന്. ഞാനും പിന്നെ എൻ്റെ സഹോദരിയും ഞങ്ങളിങ്ങനെ ദിവസവും ഒരുപാട് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോവും. കുറേ പേർക്കൊന്നും അത് ഇഷ്ടമില്ല, കൊടുക്കല്. പൂച്ച അവരുടെ ബൈക്കിൽ മാന്തുമെന്നൊക്കെ പറയും. പിന്നെ പട്ടിക്ക് ഫുഡ് കൊടുക്കലൊക്കെ പറയും. വീട്ടിലാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ കുറേ പേര് നല്ല സപ്പോർട്ട് ചെയ്യും. എന്താണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റുമില്ല. ഇത്രയും നാൾ കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ നിർത്തി. അവർക്ക് അറിയില്ലല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.